ജീവനക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്? നമുക്ക് ഒരാളെ ചൂഴ്ന്ന് നോക്കാൻ പറ്റില്ല, അതിനുശേഷം അവരെ പെർമനൻ്റ് ആക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ചോദിക്കാൻ പോണ ഏറ്റവും പ്രഗത്ഭമായൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇടയ്ക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായില്ല. ഹാനകൃഷ്ണ ഫാമിലിയിലെ ദിയാകൃഷ്ണ തുടങ്ങിയൊരു ബിസിനസ് സ്ഥാപനത്തിലെ കുറച്ച് ജീവനക്കാർ കുറച്ച് പൈസ മോഷ്ടിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളെപ്പോലുള്ള ചെറുകിട ബിസിനസ്സുകാർക്ക് ഇതെല്ലാം ഒരു വലിയ തോതിൽ പേടി ഉണർത്തുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വിവരത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്ക് ഒരു ജീവനക്കാരെ തിരഞ്ഞെടുക്കുമ്പം എങ്ങനെയാണ് നമുക്ക് നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്? ഒന്നുകിൽ ജീവനക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സ്വഭാവം, അവരെങ്ങനെ ബിഹേവ് ചെയ്യും, അവരുടെ ഒരു ലൈഫിലെ എക്സ്പീരിയൻസ് എന്താണ്, അവരുടെ പാസ്റ്റ് വർക്ക് എക്സ്പീരിയൻസ് എന്താണ്, അവരുടെ ഒരു കുറച്ച് ദിവസങ്ങളുടെ ഒരു ട്രെയിനിങ് പീരീഡിലൂടെ അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അവരെ കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കമ്പനിയിൽ പ്രായോഗികമായി എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും, അവരുടെ എബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ തിരിച്ചറിഞ്ഞ ശേഷം വേണം അവരെ പെർമനൻ്റായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാൻ. അല്ലാത്ത പക്ഷം നമുക്ക് ഒരാളെ ചൂഴ്ന്ന് നോക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കുറച്ച് ദിവസത്തെ ട്രെയിനിങ് പീരീഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വഭാവം സവിശേഷതയുള്ള നമുക്ക് ആപ്റ്റായിട്ടൊരു എംപ്ലോയി ആണോ, നമുക്ക് പറ്റുന്ന ഒരു എംപ്ലോയി ആണോ, അവരെ കൊണ്ട് നമുക്ക് അവരുടെ ഒരു കഴിവ് കൊണ്ട് നമുക്ക് പ്രയോജനം ചെയ്യുമോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ച് ദിവസത്തെ അവരുടെ ട്രെയിനിങ്ങിലൂടെ നമ്മളവരെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. അതിനുശേഷം അവരെ പെർമനൻ്റ് ആക്കാൻ സാധിക്കുകയുള്ളൂ. അതുവരെ പ്രധാനപ്പെട്ട ചുമതലകളോ മറ്റു കാര്യങ്ങളിലേക്കോ അവരെ കടത്താതിരിക്കുക.